കൊച്ചിയിൽ മസാജ് പാർലർ നടത്തിപ്പുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാൾ അറസ്റ്റിലായി. ഉദിയംപേരൂർ സ്വദേശി അർജുൻ ബാബുവിനെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഉൾപ്പെട്ട മറ്റു 3 പ്രതികൾ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി വൈറ്റ്ലയിലെ മസാജ് പാർലറിലേക്ക് കാറിലെത്തിയ 4-അംഗ സംഘമാണ് ഇരച്ചു കയറിയത്. വളർത്തുനായ്ക്കളും ആയുധങ്ങളുമായി എത്തിയ സംഘം മസാജ് പാർലർ ഉടമയെ തട്ടിക്കൊണ്ടുപോയി. കാറിൽ കൊച്ചി നഗരത്തിലൂടെ വിവിധയിടങ്ങളിൽ കറക്കിയ ശേഷം ഇയാളെ ഭീഷണിപ്പെടുത്തി 10,000 രൂപ തട്ടിയെടുക്കുകയും ചെയ്തു. അർദ്ധരാത്രിയോടെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന്റെ ആളൊഴിഞ്ഞ ഭാഗത്താണ് ഇയാളെ ഇറക്കിവിട്ടത്. മറ്റ് 3 പേരെ കൂടി പിടികിട്ടാനുണ്ട്. 4 പ്രതികളിൽ ഒരാളുടെ ഭാര്യ ഈ മസാജ് സെന്ററിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് പ്രതികൾ ഈ മസാജ് പാർലർ ഉടമയെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു. മംഗലാപുരം സ്വദേശി നന്ദനാണ് മസാജ് പാർലർ നടത്തിയിരുന്നത്. ബംഗളൂരുവിൽ നിന്നുള്ള സ്ത്രീകളടക്കമാണ് ഈ മസാജ് പാർലറിൽ ജോലി ചെയ്തിരുന്നത്. നന്ദനെ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. സംഭവത്തിന് ശേഷം നന്ദനെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. നന്ദന്റെ കാർ ഡ്രൈവർ സൂരജ് നൽകിയ പരാതിയിലാണ് മരട് പോലീസ് കേസെടുത്തത്. മറ്റൊരാളിൽ നിന്ന് പാട്ടത്തിനെടുത്താണ് നന്ദൻ ഈ മസാജ് പാർലർ നടത്തിയിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 40,000 രൂപയായിരുന്നു വാടക. കേസിലെ പ്രതികളിൽ ഒരാളുടെ ഭാര്യ കൊച്ചി നഗരത്തിലെ തന്നെ മറ്റൊരു മസാജ് പാർലറിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് വിവരം. ഒളിവിലുള്ള മറ്റ് 3 പ്രതികളെ കൂടി ഉടൻ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.